ഓക്കെ, ജീവിതത്തിൽ 14ാമത്തെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഖത്മുൽ ഖുർആൻ. കാര്യമൊന്നുമില്ല, വലിയൊരു ദുആആണുള്ളത്. ആ ദുആകൾ കിതാബിൽ നോക്കി പഠിച്ചേക്കുക. ആ ദുആ ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർസ് ഒന്നും കണ്ടിട്ടില്ല, അത് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ നിങ്ങൾ പഠിക്കാൻ നിൽക്കുക വേണ്ട, എത്രയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഖത്മുൽ ഖുർആൻ ഫാത്തിഹ മുതൽ നാസ് വരെ മുസ്ഹഫിലെ ക്രമപ്രകാരം ഓർഡർ അനുസരിച്ച് ഫാത്തിഹ ബഖറ നമ്മളിപ്പോ 6 ജുസ് വരെ മദ്രസത്തിൽ എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ പൂർണ്ണമായി അവസാനം പോകുന്നതിനാണ് ഖത്മുൽ ഖുർആൻ എന്ന് പറയും. സിമ്പിൾ, അതൊന്ന് പഠിച്ചെടുക്കുക. പിന്നെ ഖത്മ ഓതിയ നേരത്തെ ചെയ്യേണ്ട കാര്യം പറയുന്നത് ഖുർആൻ തീർത്ത ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതി സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 5 ആയത്തുകൾ തുടങ്ങണം. ഇത് രണ്ടും തുടങ്ങി അടുത്ത ഖത്മ ആരംഭിക്കണം. അതുപോലെ തന്നെ ദുആ ചെയ്യണം. ഇത് രണ്ടും അനിവാര്യമാണ്. പിന്നെ ഒരു പറയുന്ന വിഷയം, പിന്നെ ഉള്ളത് ഒറ്റ വിഷയം പറയുന്നുണ്ട്, ദുആ മുതൽ നാസ് വരെ സൂറത്തുകളുടെ അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്ത്. ഓക്കെ, തീരാൻ നേരത്ത് അല്ലാഹു അക്ബർ കഴിഞ്ഞാൽ വദ്ദുആ ഓതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ഇല്ല. ഇങ്ങനെ ഓരോന്നും തക്ബീർ ഇല്ല. അവസാനം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മൊത്തം ഓതി കഴിഞ്ഞാൽ അതിന്റെ അവസാനവും തക്ബീർ ഇല്ല. ഈ 3 ഘട്ടങ്ങളാണ് പറയുന്നത്. പിന്നെ ദുആ ആണ്. ഇൻഷാ അല്ലാഹ് ദുആ നമ്മൾ പുസ്തകത്തിൽ നോക്കി പഠിച്ചു വെച്ചോളൂ. ഇൻഷാ അല്ലാഹ് അത്ര മാത്രമേ ഇതുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ്.